ഹായ്, വെൽക്കം ടു നിഷാ സ്പൈസസ്. തലശ്ശേരി ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൊതിയാ അല്ലെ. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് തലശ്ശേരിക്കാരുടെ ബിരിയാണിക്ക്. മെയിനായിട്ട് മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെയാണ് അവിടെ ഫേമസ്. പക്ഷെ മട്ടനും ചിക്കനും ഒന്നും ഇല്ലാത്തൊരു ദിവസം നമുക്ക് തലശ്ശേരി ബിരിയാണി കഴിക്കണമെന്ന് തോന്നി എന്തേ, മുട്ട മിക്കവരുടെയും വീട്ടിലുണ്ടാവും അല്ലെ. മുട്ട വെച്ചിട്ട് ഒരു ഉഗ്രൻ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല ചിക്കൻ ബിരിയാണിയുടെ അടുത്തെത്തുന്ന ബിരിയാണിയാണ്. ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുക എല്ലാവരുടെയും ഹോബി ആയിരിക്കത്തില്ലേ ഈ സമയത്ത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി റിസൾട്ട് തന്നെ അറിയിക്കുക. നിഷാ സ്പൈസസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് തലശ്ശേരി മുട്ട ബിരിയാണി ഉണ്ടാക്കാം. ഇത് 2 കപ്പ് ജീരകശാല റൈസ് ആണ്. ജീരകശാല അരി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ അരിയാണ്. ബസ്മതി റൈസിന്റെ അത്രയും വലുതല്ല. ഖൈമ റൈസ് എന്നും പറയും, ജീരകശാല റൈസ് എന്നും പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ ഗീ റൈസ് എന്നായിരിക്കും പാക്കറ്റിൽ എഴുതിയേക്കുന്നത്. തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ റൈസ് ആണ് ബെസ്റ്റ്. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 3-4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വേണം വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അരി അരമണിക്കൂർ കഴിഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് വേവിക്കണം. അരി വേവിക്കാനായിട്ടുള്ള മസാലയാണിത്. സാധാരണ നമ്മൾ അരി വേവിക്കുമ്പോഴത്തേക്ക് മസാല ഹോൾ സ്പൈസസ് ആയിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അത് പക്ഷെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവത്തില്ല. വലിയ മസാല പീസൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും രസം ഉണ്ടാവത്തില്ല. നമ്മൾ അരി വേവിക്കുമ്പോൾ വെള്ളം ഊറ്റി കളയാണെങ്കിൽ നമുക്ക് ആ മസാലയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു ചിക്കൻ ദം ബിരിയാണി ഇട്ടപ്പോൾ അങ്ങനെ ചെയ്തിരുന്നത്. മസാല വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ട് എടുത്ത് മാറ്റി. ഇതിനകത്ത് ഇപ്പം ഞാൻ തലശ്ശേരി ബിരിയാണിക്ക് ചോറ് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ മസാല ഒന്ന് പൊടിച്ച് ചേർക്കും. അപ്പം നമുക്ക് എടുത്ത് മാറ്റേണ്ട ആവശ്യം വരത്തില്ല. ആ ചോറും മസാലയും കൂടെ നന്നായിട്ട് അങ്ങ് വെന്ത് ചേർത്തോളും. അപ്പം എന്തൊക്കെയാ മസാല എന്ന് പറയാം. ഒരു വലിയ കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പൂ, 2 പിഞ്ച് ജാതിപത്രി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു സ്റ്റാർ അനീസ്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ക്രഷ്ഡായി വന്നാൽ മതി. വലിയ മസാലയായിട്ട് കിടക്കാതെ ഒന്ന് പൊടിഞ്ഞു കിട്ടണം. ഇനി നമുക്ക് അരി വേവിക്കാം. സ്റ്റൗവില് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചേക്കുക. ഇനിയും ആ നെയ്യിലോട്ട് നമ്മളിപ്പോ പൊടിച്ചു വെച്ചിരുന്ന മസാല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മിക്സി നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ മസാല പൊടിക്കുമ്പോൾ, അല്ലെങ്കിൽ പൊടിഞ്ഞു വരത്തില്ല. ഇതാകുമ്പോൾ നമ്മുടെ ചോറിന്റെ കൂടെ കിടക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. കടിക്കാൻ കിട്ടിയാലും ഒക്കെ നല്ലതായിട്ടേ വരത്തുള്ളൂ. ഇതിന്റെ കൂടെ 2 ചെറിയ വഴന ഇലയും കൂടി ഇടുകയാണ്. അത് പൊടിക്കേണ്ട കാര്യമില്ല. ഇലയൊക്കെ നമുക്ക് എടുത്ത് വേണമെങ്കിൽ മാറ്റാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കഴിക്കാൻ നേരത്തൊന്നും എടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു. ഓരോ മസാല പെറുക്കി മാറ്റുന്നതിലും ഭേദമല്ലേ. 2 ചെറിയ ഇലയല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ മസാല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ചൂടാക്കുകയൊന്നും ചെയ്യാതെയാണ് മസാല പൊടിച്ചെടുത്തത്. പൊടിച്ചെടുത്ത് മുഴുവൻ മസാല ഇട്ടിട്ടുണ്ട്. മസാലയുടെ ചെറിയൊരു മണം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിരുന്ന ജീരകശാല അരി ഇടുക. ഈ മസാലയും അരിയും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ചു നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. ഈ തലശ്ശേരി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ ജീരകശാല അരിയാണ്. അപ്പൊ ഇത് തന്നെ എടുത്താലേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ നോർമൽ ബസ്മതി റൈസ് എടുത്താല് ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ തലശ്ശേരി എഗ് ബിരിയാണി ആയിട്ട് വരത്തില്ല. കുറച്ചു നേരം ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ അരി ഒന്ന് വറുത്തെടുത്തു. നല്ല മണമാണ് ഇപ്പൊ വരുന്നത്. ജീരകശാല റൈസ് വറുക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. ഇനി ഞാൻ നല്ല ചൂട് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഏത് കപ്പില് അരി എടുത്തോ ആ സെയിം കപ്പിൽ തന്നെ വെള്ളം എടുക്കുക. അരിയുടെ ഇരട്ടി വെള്ളം. നിങ്ങളിപ്പോ 3 കപ്പ് അരി എടുക്കുന്നെങ്കിൽ 6 കപ്പ് വെള്ളം, അതേപോലെ ഇരട്ടി വെള്ളം. ഞാനിപ്പോ 2 കപ്പ് ജീരകശാല റൈസിന് 4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചേക്കാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ, എന്നാലേ അരിയിലൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്.
നന്നായിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അടച്ചു വെച്ച് ഈ വെള്ളം വറ്റുന്നത് വരെ അരി ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. നമുക്ക് അരി എന്തായെന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നല്ല വറ്റിയതായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് നമ്മൾ നോക്കുമ്പോ വെള്ളം വറ്റിയായിട്ട് തോന്നുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആദ്യം ഒന്നും ഞാൻ ഇളക്കിയില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കുമായിരുന്നു. അടിയിൽ പക്ഷെ കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഒന്ന് അടിവശമൊക്കെ ഇളക്കി ഒന്ന് മുകളിലോട്ട് ആക്കിയിട്ട് ഇച്ചിരി നേരം കൂടെ നമുക്ക് അടച്ചു വെക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അടിവശം ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അടിവശം നോക്കിയാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ അതൊക്കെ അടിവശമൊക്കെ മുകളിലാകത്തൊക്കെ വേണം, അല്ലെങ്കിൽ ഇരുന്ന് അടിവശം കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകും. അതൊക്കെ ഇളക്കിയാൽ മതി. എന്നിട്ട് ഇത് തുറന്ന് വെച്ച് മാറ്റി വെക്കുക. അടച്ചു വെക്കരുത്, തുറന്ന് വെക്കുക. അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. ഇനിയും ബിരിയാണിക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ആ നെയ്യിലോട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഇടുകയാണ്. കാഷ്നട്ടിനും കിസ്മിസിനും ഒന്നും ഫിക്സഡ് എമൗണ്ട് ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടെന്നേ ഉള്ളൂ. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. കാഷ്നട്ടിന്റെ കളർ മാറി വരുന്നവരെ. കാഷ്നട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കിസ്മിസ് ഇട്ടു. കിസ്മിസ് ഒന്ന് വലുതായി ബോളായി വരുന്നവരെയാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കിസ്മിസ് വേഗമായി കിട്ടും. ഇപ്പൊ തന്നെ ബോളായി വരുന്നുണ്ട്. ഉടനെ തന്നെ അത് എടുക്കുക വേണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനിയും ഇതേ നെയ്യിലോട്ട് ഒരു സവോള നല്ല കനം കുറച്ച് നീളത്തിലരിഞ്ഞ് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനു മുമ്പ് സവോള കൈവച്ച് ഇങ്ങനെ ഒന്ന് അടർത്തി സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കിട്ടത്തില്ല. നമ്മൾ കൈവച്ച് ആദ്യം ഇങ്ങനെ നാക്കി എടുക്കുക. സവോള ഇടുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് സവോള നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കുക. സവോള നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് ഇടുകയാണെങ്കിൽ അതിൽ അബ്സോർബ് ചെയ്ത് നെയ്യൊക്കെ അങ്ങ് കുറച്ച് പോയി കിട്ടും. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ ബാക്കി മസാല ഉണ്ടാക്കി എടുക്കാം. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് നെയ്യൊക്കെ അതിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഒരുപാട് നെയ്യ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. ഇനി അതിലോട്ട് നമുക്ക് സവോള ഉണ്ടാവും. ഇത് 5 സവോള നീളത്തിൽ അരിഞ്ഞതാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം സവോള വഴറ്റിയെടുക്കാൻ. സവോള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 കൊട വെളുത്തുള്ളി, 8 പച്ചമുളക്. ഇത് നല്ല എരിവുള്ള ചെറിയ പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം. സവോള ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട്. കണ്ടില്ലേ, ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലോട്ടിട്ട് നല്ലപോലെ ഇതിന്റെ എല്ലാം പച്ച മണം മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച മണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളുടെ പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 3 ടൊമാറ്റോ, ഒരുവിധം മീഡിയം സൈസായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ ഇതുവരെ ഈ മസാലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ടൊമാറ്റോ കൂടെ ചേർത്തിട്ട് ഉപ്പ് ചേർക്കാന്ന് വെച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി.
അടച്ചു വെച്ച് നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. നമുക്ക് ടൊമാറ്റോ വെന്തോ നോക്കാം. അതിനകത്ത് ആവിയിൽ വരുന്ന വെള്ളം അതിനകത്തോട്ട് തന്നെ ഇടണേ. ടൊമാറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഞാൻ ലോ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാണ് ടൊമാറ്റോ വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഗരം മസാല ചേർക്കാം. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഞാൻ ഈ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ മേടിക്കുന്ന ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഗരം മസാല ഏകദേശം 1 ടീസ്പൂൺ ഞാൻ ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് കുരുമുളക് ചതച്ചത്. നമ്മുടെ കുരുമുളക് ഹോൾ സീഡ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ടാവും ഓൾറെഡി എപ്പോഴും. അത് ഏകദേശം 1/2 ടീസ്പൂൺ ചേർക്കുക. മസാല എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനിയും ചേർക്കാൻ പോകുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ്. നല്ല കട്ട തൈര്. തൈര് പെട്ടെന്ന് തന്നെ ചേർത്തോടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇടാം. ഇത് ഏകദേശം 1/2 കപ്പോളം മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും ഉണ്ട്. ആ ഇല ഇടുമ്പോഴാണ് ബിരിയാണിയുടെ ആ നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ കിട്ടുന്നത്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനിയും ചേർക്കേണ്ടത് മുട്ടയാണ്. പുഴുങ്ങിയ മുട്ട. ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് പുഴുങ്ങി കഴിഞ്ഞ് ഞാൻ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ചുറ്റിനും വരഞ്ഞു വെച്ചിട്ടുണ്ട്. മുട്ട ചേർക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മസാല ഒന്ന് എടുത്ത് മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് വൃശ്ചികമാസം ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആണ്. അപ്പൊ ബിരിയാണിയിലെ മുട്ട എടുക്കുന്നതിന് മുമ്പ് കുറച്ച് മസാല മാറ്റി വെക്കുക. അത് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് അതൊരു വെജിറ്റബിൾ ബിരിയാണി പോലെ ആക്കാൻ വേണ്ടി ഇച്ചിരി മസാല മാറ്റുകയാണ്. ഇനി പുഴുങ്ങി വെച്ച മുട്ട ചേർക്കാം. മുട്ട ചേർത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണേ. മുട്ട ഒന്നും ഉടയാതെ പതുക്കെ ഇളക്കുക. മസാല എല്ലാം മുട്ടയിൽ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെക്കണം. മുട്ടയെല്ലാം മസാലയെല്ലാം പിടിക്കാൻ 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നല്ല കറക്റ്റ് പരുവായി കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത് ദം ചെയ്യാനായിട്ട് ഞാനൊരു പഴയ നോൺ സ്റ്റിക് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ദം ചെയ്യാനുള്ള പാത്രം ഇറക്കി വെച്ചേക്കുവാണ്. ഈ പാത്രത്തിന്റെ അടിയില് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി നെയ്യ് ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി ഒരു ലെയർ നമുക്ക് വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസിന്റെ പകുതിയോളം ഞാൻ ഇടുകയാണ്. ഞാൻ 2 ലെയർ ആയിട്ടാണ് ഇത് ദം ചെയ്യുന്നത്. ഒരു ലെയർ റൈസ്, പിന്നെ മസാല, പിന്നെ മുകളിൽ റൈസ്, അങ്ങനെ ചെയ്യണം. അപ്പൊ റൈസിന്റെ പകുതി ഇടുവാണ്. ഞാൻ കുറച്ച് റൈസ് ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾ ബിരിയാണിക്കും കൂടെ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ മസാല ഫുള്ളായിട്ട് നടുക്കത്തെ ലെയറിൽ വെക്കണം. സ്പ്രെഡ് ചെയ്ത് വെക്കാം. അടുത്ത ലെയറിലോട്ട് ഫുൾ റൈസ് ഇടുകയാണ്. മുകളില് കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇടാം. പിന്നെ ഞാന് ഇച്ചിരി പൈനാപ്പിൾ എസൻസ് ഒഴിക്കുകയാണ്. പൈനാപ്പിൾ എസൻസ് ബിരിയാണിയുടെ ഇതിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിന്റെ ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ബിരിയാണിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചോളൂ. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂവും കിസ്മിസും ഇടുകയാണ്. മുഴുവൻ ഇടുന്നില്ല കേട്ടോ, കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് ഒന്ന് സീൽ ചെയ്ത് വെക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ആവിയൊന്നും വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടപ്പ് വെച്ചിട്ട് അങ്ങ് ടൈറ്റ് ആയിട്ട് അടച്ചാൽ അത് ഇരുന്നോളും.
ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. അടപ്പം പ്രസ് ചെയ്ത് അടിയിൽ ഒരു അലുമിനിയം ഫോയിൽ കൂടെ വെച്ചാൽ ഒട്ടും ആവി വെളിയിലോട്ട് പോകത്തില്ല. ഇനി ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചേക്കാണ്. നമ്മൾ അടിയിൽ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കരിയില്ല. ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 10 മിനിറ്റ് ആണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മുട്ട ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ചൂടായിരിക്കും, പതുക്കെ തുറക്കുക, ആവി വരും അതിൽ നിന്ന്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം നമുക്ക്. ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിവശവും കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കറക്റ്റ് 10 മിനിറ്റ്സ് ദം ചെയ്തെടുത്താൽ മതി. അതിൽ കൂടുതൽ നേരം ദം ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബിരിയാണി. കറക്റ്റ് 10 മിനിറ്റ്സ് ആകുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മസാല എല്ലായിടത്തും ആകത്തക്ക വണ്ണം ഒന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലോട്ടാക്കാം. ഇപ്പം ഇവിടെ കൃത്യം ഉച്ചയ്ക്ക് 1 മണി ആയിരിക്കുവാണ്. നല്ല ചൂട് തലശ്ശേരി മുട്ട ബിരിയാണി കഴിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ വല്ലപ്പോഴും നമുക്കൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിക്കിളും സാലഡും നമ്മുടെ ടൊമാറ്റോയും സവോളയും തൈരും കൂടെ ചേർത്ത ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കി എന്നെ വിവരം അറിയിക്കുമല്ലോ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.